ഹായ് ബഡീസ്, ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇതാ എൻ്റെ ഫോട്ടോ കണ്ടോ? മൈ വെഡ്ഡിങ് ഫോട്ടോ ആണിത്. ഐ എം ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ അല്ലേ? ഡെക്കറേഷന് ഗോൾഡൻ ആൻഡ് വൈറ്റ് ബലൂൺസ് ആണ് യൂസ് ചെയ്തത്. ആൻഡ് ഇറ്റ്സ് ഫ്രം ദ വെബ്സൈറ്റ് മീഷോ. കേക്ക് സ്റ്റാൻഡായിട്ട് അച്ഛൻ ഉണ്ടാക്കിയ വുഡ് സ്റ്റാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. സ്ക്രീനിലൂടെ കാണാനുണ്ടോ എൻ്റെ ഹസ്ബൻഡ് ഡെക്കറേഷന് ഹെൽപ്പ് ചെയ്യാണ്. ബ്ലൂ ആണ് ഇപ്രാവശ്യം ബർത്ത്ഡേയുടെ തീം. സോ ഐ തോട്ട് ഡെക്കറേഷൻസ് വൈറ്റ് ആൻഡ് ഗോൾഡൻ ബലൂൺസ് ആവുന്നതായിരിക്കും നല്ലത് റാദർ ദാൻ വൈറ്റ് ആൻഡ് ബ്ലൂ ബലൂൺസ്. അങ്ങനെ ആകുമ്പം റൂം കുറച്ചും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡിലോട്ട് മാറും. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, ഫുൾ ബ്രൈറ്റാണ്. ആ ഒരു ഗ്ലിറ്ററിങ് ഫീൽ വരുന്നത് ബിക്കോസ് ഓഫ് ദിസ് ബലൂൺസ്, വൈറ്റ് ആൻഡ് ഗോൾഡൻ ബലൂൺസ്. രണ്ടുപേരും എക്സൈറ്റഡ് ആണ്, എക്സ്പെഷ്യലി ദ യങ്ങർ വൺ. ഫുൾ പാർട്ടി മൂഡിലാണ് ആള്. ഇതാ തുടങ്ങിയ ആൾ ചിരിക്കാൻ. ഭയങ്കര കുസൃതിയാണ് കേട്ടോ. നല്ല രസമുണ്ട് ചിരി കാണാൻ. ചിരി ആൾ നിർത്തണേ ഇല്ല. ഇതൊരു കള്ളച്ചിരിയാന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും ബർത്ത്ഡേ ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. ഇതേ അച്ഛൻ ഇളയ ആൾക്ക് ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ബർത്ത്ഡേ സെലിബ്രേഷൻ എൽഡർ വണ്ണിൻ്റെ ആണെങ്കിൽ പോലും ഇളയ ആളുടെ ബർത്ത്ഡേ ആണെന്ന രീതിയിൽ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആൾ ഭയങ്കര വഴക്കാക്കി കളയും. റെഡ് വെൽവെറ്റ് കേക്കാണ് യൂസ് ചെയ്തിരിക്കണേ. എൻ്റെ ഹസ്ബൻഡിന് റെഡ് വെൽവെറ്റ് ഒത്തിരി ഇഷ്ടമാണ്. ആൻഡ് ദ കേക്ക് വാസ് റിയലി ഡിലീഷ്യസ് ആൻഡ് അടിപൊളിയായിരുന്നു. കേക്കിൻ്റെ കൂടെ ഡോനട്ടും കപ്പ് കേക്കും ലോലിപോപ്പും ഒന്നും വെച്ചില്ല. ബിക്കോസ് കേക്ക് തന്നെ കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല കലറി കൺസപ്ഷൻ ഉണ്ട്. അപ്പം ഈ സൈഡ് ഐറ്റംസും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തേക്കൊരു നല്ല കലറി കൺസപ്ഷൻ ആവും. അപ്പോഴാണ് ടേബിള് ബ്ലാങ്കായി കിടക്കുന്ന ഒരു ഇഷ്യൂ പോപ്പപ്പായി വന്നത്. അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ക്യാൻഡിൽസ് വെക്കാമെന്നൊരു ഐഡിയ വന്നത്. അപ്പോൾ ക്യാൻഡിൽസ് വെക്കുമ്പം സാധാരണ റിയൽ ക്യാൻഡിൽസ് വെക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ലൊരു സെനേരിയോ ആവത്തില്ല. അപ്പം ഇത് ആർട്ടിഫിഷ്യൽ ക്യാൻഡിൽസ് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യൽസ് ക്യാൻഡിൽ വെക്കുമ്പം അത് കുറച്ചും കൂടി ആ ഒരു കേക്ക് വെക്കുന്നതിൻ്റെ സാധനം ആ ഒരു ഡെക്കറേഷൻ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ലുക്കാണ് അത് പ്രൊവൈഡ് ചെയ്തത്. ബർത്ത്ഡേക്ക് ഇതുപോലത്തെ ക്യാൻഡിൽസാണ് മേടിച്ചത്. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം കത്തിയത്. ലൈക്ക് ഇത്രയും ചെറിയ ക്യാൻഡിലാവുമ്പോൾ നമ്മൾ ക്യാൻഡിൽസ് കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ വാക്സ് കേക്കിലോട്ടാവും. അപ്പോൾ ഇതുപോലത്തെ ക്യാൻഡിൽസ് മേടിക്കാതെ ശ്രദ്ധിക്കണേ. ടി വിയിൽ ഹാപ്പി ബർത്ത്ഡേ സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് രണ്ടുപേരും ഇരുന്ന് ഭയങ്കര ഡാൻസ്. അച്ഛൻ ക്യാൻഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് കത്തിക്കാൻ. ഇളയ ആളാണെങ്കിൽ ക്യാൻഡിൽ ഊതിക്കെടുത്താൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എൽഡറുടെ ബർത്ത്ഡേ ആണെങ്കിലും യങ്ങറിനാണ് ക്യാൻഡിൽ ഊതിക്കെടുത്താൻ താല്പര്യം.
ഇതെൻ്റെ ഫാദർജിയാണ് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഹോൾ ഫാമിലി. ബ്ലൂ സാരിയാണ് കേട്ടോ എൻ്റെ അമ്മ. ഞങ്ങളെ പിള്ളേർക്ക് ബുക്സാണ് ഗിഫ്റ്റായി കൊടുത്തത്, റാദർ ദാൻ ഡോൾ ഓർ ഡ്രസ് ഓർ സംതിങ് എൽസ്. ബുക്ക് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി വാല്യുബിൾ. എല്ലാ ഫങ്ഷനിലും അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്തതിന് അതൊരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അച്ഛൻ്റെ മെയിൻ പരിപാടി. അച്ഛനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബർത്ത്ഡേക്ക് ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഹസ്ബൻഡാണ് ഉണ്ടാക്കിയത്. ആൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എക്സ്പേർട്ടുമാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റുള്ള ചെമ്മീൻ ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ആൾ പറഞ്ഞു ഇങ്ങനെ പച്ചക്കറി അരിയാനും പിന്നെ എന്നിട്ടാണ് ഫിഷ് ക്ലീൻ ചെയ്യാനും ഒക്കെ ഒന്ന് സഹായിച്ചാൽ മതി, ബാക്കി മെയിൻ കുക്കിംഗ് എല്ലാം ആളെ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞ് ആൾ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ആൾ ഉണ്ടാക്കി കേട്ടോ. ഇതാണ് മീഷോന്ന് മേടിച്ചത് കേട്ടോ. ഇത്ര ഐറ്റംസ് ഉണ്ട്. അറൗണ്ട് 209 ആണ് റേറ്റ്. ഇതും മീഷോന്നാണ് മേടിച്ചത് കേട്ടോ. ഇറ്റ്സ് റിയലി വർത്ത്.